Hi everyone, this is Shafi Muhammed. Welcome to this new video with a business next level concept. ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള നല്ല ടിപ്സുകളും ട്രിക്സുകളുമായിട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് ഈ വീഡിയോസ് വരുന്നത്. സോ ഈ ആഴ്ചയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റൊരു മിസ്റ്റേക്കാണ്. പൊതുവെ ബിസിനസ്മാൻമാർ വരുത്തുന്ന മിസ്റ്റേക്കുകൾ. എന്താണ് മിസ്റ്റേക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. സ്മാർട്ട് വർക്ക് വേഴ്സസ് ഹാർഡ് വർക്ക്. പല ആൾക്കാരും ഹാർഡ് വർക്കാണ് ചെയ്യാറുള്ളത്, സ്മാർട്ട് വർക്ക് ചെയ്യാറില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന വിഷയം എന്താണ്? ടെക്നീഷ്യൻ മൈൻഡഡ് ആയിട്ടുള്ള ബിസിനസ്മാൻമാരുകൾ, അവരുടെ തന്നെ ഒരു പ്രത്യേകതയാണ് ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. പലപ്പോഴും ഹാർഡായിട്ട് ബിസിനസ്സിന് വർക്ക് ചെയ്യുന്നവരുണ്ട്. എന്നോട് പല ആൾക്കാരും പറയാറുണ്ട്, സാർ ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല, ഞാൻ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. നമ്മളെപ്പോഴും മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മളുടെ സമയം മികച്ച രീതിയിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ റിസോഴ്സസ് മികച്ച രീതിയിലാണോ ഉപയോഗിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മളുടെ റിസോഴ്സസ്, നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള റിസോഴ്സസ്, സമയമാവട്ടെ, നമ്മളുടെ അധ്വാനമാവട്ടെ, നമ്മുടെ എനർജി ആവട്ടെ, നമ്മുടെ ടീമിൻ്റെ സൈസ് ആവട്ടെ, സംഭവങ്ങളാവട്ടെ, ഇതെല്ലാം കറക്റ്റായിട്ട് വ്യക്തമായിട്ട് എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. പല ആൾക്കാരും സ്മാർട്ട് വർക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹാർഡ് വർക്കാണ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ അങ്ങ് ജോലി ചെയ്യുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇതിനൊരു ഓർഡർ ഉണ്ടാവില്ല, ഒരു സമയം ഉണ്ടാവില്ല, രാവില്ല പകലില്ല അധ്വാനിക്കുന്നുണ്ടാവും, എത്രയോ കിട്ടുന്ന പൈസ ഉണ്ടാവും, ആ പൈസ എന്ത് ചെയ്യും, വേറെ സൈഡിലൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും, കൊഴിഞ്ഞു പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം. എങ്ങനെയാണ് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നത്? സ്മാർട്ട് വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ റിസൾട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ചിന്താഗതി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ റിസൾട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? ഇത് പലപ്പോഴും എന്ന് വെച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്മാർട്ട് വർക്ക് കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ടീമിനെ ബിൽഡ് ചെയ്യുകയും ടീമിന് ടാസ്കുകൾ കറക്റ്റായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം. എല്ലാ ജോലികളും നമ്മൾ ചെയ്യരുത്. പല ആൾക്കാരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, എല്ലാ ജോലികളും നമ്മൾ തന്നെ ചെയ്യുന്നതിലൂടെ നന്നായിട്ട് ഹാർഡ് വർക്ക് ഉണ്ടാവും, ഒരു ടൈമും നമുക്ക് സമയം ഉണ്ടാവില്ല, നമ്മുടെ ടീമിന് കറക്റ്റായിട്ട് വർക്കറ്റ് ചെയ്യുന്നുണ്ടാവില്ല. പലപ്പോഴും പലയിടത്തും കാണുന്ന ഒരു കാര്യമാണ്, ബോസ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ടീം എന്ത് ചെയ്യുന്നുണ്ടാവില്ല, കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് സ്മാർട്ട് വർക്ക് ഇല്ലാതെ ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ടാണ്. സ്മാർട്ട് വർക്ക് എന്താണ്? കറക്റ്റായിട്ട് മൊത്തത്തിലുള്ള ജോലി ഏതൊക്കെയാണ് എന്നുള്ളത് എഴുതി വെച്ചിട്ട് അവിടെ ഒരു മാസം നടക്കുന്ന ടാസ്കുകൾ എന്തൊക്കെയാണ് കംപ്ലീറ്റ്ലി എഴുതി വെക്കുക. കംപ്ലീറ്റ്ലി ജോബ് ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് അത് ഓരോരുത്തർക്കായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക. പർച്ചേസിങ് ഒരാളെ ചെയ്യാൻ പാടുള്ളൂ, അതേപോലെ തന്നെ സെയിൽസ് ഒരു ടീമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഒരു ടീമാണ് ചെയ്യാൻ പാടുള്ളത്, അതേപോലെ തന്നെ സർവീസ് ഒരു ടീമാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആക്കിയിട്ട് കറക്റ്റായിട്ട് സ്മാർട്ടായിട്ട് ഹാൻഡിൽ ചെയ്ത് പോകുന്ന രീതിയാണ് എന്ത് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. സ്മാർട്ട് വർക്കിനെ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് വിളിക്കാൻ പറ്റും, മറ്റുള്ളവൻ്റെ, അതായത് അതർ പീപ്പിൾസ് മണി, അതർ പീപ്പിൾസ് ഐഡിയ, അതർ പീപ്പിൾസ് എക്സ്പീരിയൻസ്, അതർ പീപ്പിൾസ് നോളജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒരുമിച്ച് കൂടിക്കൊണ്ട് മറ്റുള്ളവൻ്റെ ആശയം, മറ്റുള്ളവൻ്റെ അധ്വാനം, മറ്റുള്ളവൻ്റെ അനുഭവ സമ്പത്ത്, മറ്റുള്ളവൻ്റെ സമയം, മറ്റുള്ളവൻ്റെ എനർജി, ഇതിനെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മികച്ച രീതിയിൽ ബിസിനസ് ചെയ്യുന്നതാണ് എന്ത് ബിസിനസ്. സ്മാർട്ടായിട്ട് ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് ഇതിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവാണ് നമുക്ക് വേണ്ടത്. ഒരു ബിസിനസ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള രീതിയിലേക്ക് പലരും ചിന്തിക്കാറില്ല. പലരും എന്താ ചിന്തിച്ചാൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യണം, ഇത് എൻ്റെ ബിസിനസ്സാണെന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ബിസിനസ്സിലേക്ക് അങ്ങ് ഇറങ്ങും. സഹായിക്കാൻ വേണ്ടി 1-2 പേര് അവിടെ ഉണ്ടാവും. അവർക്ക് പലപ്പോഴും ഫ്രീ ടൈം ആയിരിക്കും ഉണ്ടാവുക, അവർ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഇവർ ചെക്ക് ചെയ്യുന്നുണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ സ്മാർട്ട് വർക്ക് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ എഫേർട്ട് ഇടാതെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തെടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അതായത് പൊതുവെ ബിസിനസ് മാനേജ്മെൻറ്റ് എക്സ്പേർട്സ് പറയുന്ന ഒരു എക്സാമ്പിളാണ്. ഒരു കഥയിലൂടെയാണ് ഞാൻ അത് പറഞ്ഞു തരുന്നത്. ഒരു കാട്ടിലൊരു സിംഹം ഉണ്ടായിരുന്നു. ഈ സിംഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സിംഹത്തിൻ്റെ അടുത്ത് എന്ത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാലും അതെന്ത് ചെയ്യും, സിംഹം ഒരു 5 മിനിറ്റിനുള്ളിൽ നന്നാക്കി തിരിച്ചു തരും. ഓക്കെ, വളരെ പെട്ടെന്ന് അത് നന്നാക്കിയിട്ട് തിരിച്ചു തരും. അപ്പോൾ ഈ കാട്ടിലുള്ള കുറുക്കന്മാരുടെ, അല്ലെങ്കിൽ കുറുക്കനാവട്ടെ അല്ലെങ്കിൽ ഏത് മൃഗങ്ങളാവട്ടെ, അവിടെയൊക്കെ കേട്ടിട്ടുള്ളൊരു കേൾവി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിംഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിയുള്ള ഒരാളാണ്, എന്ത് കൊടുത്തു കഴിഞ്ഞാലും നന്നാക്കി കൊണ്ടുവരും. 5 മിനിറ്റിനുള്ളിൽ പ്രശ്നം പരിഹരിച്ചെന്ത് ചെയ്യും, കൊണ്ടുതരും. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ പ്രത്യേകിച്ച്, അതായത് ഒരു വാച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു 5 മിനിറ്റ് കൊണ്ട് നന്നാക്കി കൊണ്ടുവരും. അപ്പോൾ ഈ കഥയിലുള്ളത് പ്രകാരം, കഥയിലെന്ന് വെച്ചാൽ കുറുക്കൻ ഇത് കേട്ടു. കുറുക്കനെന്ന് വെച്ചാൽ സംശയമായി. കുറുക്കൻ്റെ ബുദ്ധി വെച്ചിട്ടെന്ന് ചോദിച്ചാൽ മറ്റുള്ള മൃഗങ്ങളെ പോലെ ഇതിങ്ങനെ ജസ്റ്റ് എന്തോ സിംഹത്തിൻ്റെ അടുത്ത് എന്തോ അത്ഭുതമുണ്ട് എന്നുള്ള രൂപത്തിൽ ചിന്തിക്കാതെ കുറുക്കൻ എന്ത് ചെയ്തു, ഒരു വാച്ച് കേട് വന്നൊരു വാച്ചുമായിട്ട് എന്ത് ചെയ്തു, സിംഹത്തിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് സിംഹത്തിൻ്റെ ഗുഹയിൽ ചെന്നിട്ട് പറഞ്ഞു, എന്ത് എനിക്കിങ്ങനെ നന്നാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നന്നാക്കണം എന്ന് പറഞ്ഞപ്പോൾ സിംഹം എന്ത് ചെയ്തു, ആയിക്കോട്ടെ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തു, സിംഹം ഒരു 5 മിനിറ്റ് ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞ് പുറത്ത് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് സിംഹം ഉള്ളിൽ പോയിട്ട് എന്ത് ചെയ്യാണ്,
ഉള്ളിൽ പോയിട്ട് സിംഹം കാണുന്ന ഉള്ളിൽ പോയിട്ട് സിംഹം എന്ത് ചെയ്തു, അവിടെ കൊടുത്തൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, സിംഹം തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യാണ്, സിംഹം ഇതിന് ഈ ഒരു വാച്ച് തിരിച്ചു കൊടുത്ത് നന്നാക്കിയിട്ടുണ്ട്, പെർഫെക്റ്റായിട്ട് നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറുക്കൻ എന്ത് ചെയ്തു, സിംഹം ഉള്ളിലേക്ക് പോയല്ലോ. ഉടനെ ആ സമയത്ത് കുറുക്കൻ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. കുറുക്കൻ എന്ത് ചെയ്തു, ഗുഹയുടെ മറ്റൊരു സൈഡിലൂടെ ചെന്നിട്ട് എന്ത് ചെയ്തു, ഒരു ഹോളിലൂടെ, ഒരു ചെറിയൊരു ദ്വാരത്തിലൂടെ എന്ത് ചെയ്തു, ഇങ്ങനെ പാളി നോക്കി ഉള്ളിൽ എന്താ നടക്കുന്നത്, എങ്ങനെയാണ് സിംഹം ഇത് നന്നാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കുറുക്കൻ കാണുന്ന കാഴ്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് മുയലുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. ആ ഒരുപാട് മുയലുകളുടെ തൊട്ട് മുകളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാരറ്റ് കെട്ടി തൂക്കിയിട്ടുണ്ട്. ഓക്കെ, ക്യാരറ്റുകൾ കെട്ടി തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ മുയലിനും എന്ത് ചെയ്യും, ഈ വാച്ചുകൾ നന്നാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യും, പാർട്സ് ആക്കിയിട്ട് എന്ത് ചെയ്യും, കറക്റ്റായിട്ട് നന്നാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, മുയലുകളെ ഏൽപ്പിക്കും. ഓരോ സംഭവങ്ങൾ വരുന്നതും മുയലുകളെ ഏറ്റെടുത്ത് എന്ത് ചെയ്യും, ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇവർക്ക് എന്ത് ചെയ്യും, ഒരു ക്യാരറ്റ് കടിക്കാൻ എന്ത് ചെയ്യും, ഈ സിംഹം കൊടുക്കും. അങ്ങനെ ഇത് കണ്ടതോടുകൂടി കുറുക്കന് മനസ്സിലായ എന്ത്, ഇങ്ങനെ മുയലുകളാണ് ഈ ജോലി ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് എങ്ങനെ കുറഞ്ഞ അധ്വാനത്തിലൂടെ നമ്മൾക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടീമിനെ ബിൽഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ ടീമിന് എന്ത് ചെയ്യണം, നമ്മൾ നല്ല ഇൻസെൻറ്റീവ്സ് കൊടുത്ത് നല്ല സാലറി കൊടുത്തിട്ട് എന്ത് ചെയ്യണം, സിംഹം അവിടെ ക്യാരറ്റ് കൊടുത്തതുപോലെ നമ്മൾ മുയലുകളെ കൊണ്ട് പണിയെടുപ്പിക്കണം. മനസ്സിലാകുന്നുണ്ടോ? മുയലുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം. അങ്ങനെ മുയലുകളെ കൊണ്ട് വ്യക്തമായിട്ട് ജോലി ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ് ഇത് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ ജോലി ചെയ്യാതെ അവർ കൂടുതൽ ജോലി ചെയ്യുന്ന രീതിയാണ് സ്മാർട്ട് വർക്ക്. അപ്പോൾ ഇതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കൂടുതൽ ജോലി ചെയ്യില്ല എന്നുള്ളതല്ല, നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ജോലിയുണ്ട്, ആ ജോലിയിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, എഫിഷ്യൻ്റായിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് സ്മാർട്ട് വർക്ക്. ഇത് പലരും ചെയ്യില്ല. പലരും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയാളാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, മറ്റുള്ളവരെ വിശ്വസിക്കില്ല, മറ്റുള്ളവരെ ഏൽപ്പിക്കില്ല, അവരെയും കൂടി ചിലവായിട്ടാണ് കരുതുന്നത്, ഭാരിച്ച ഉത്തരവാദിത്തമായിട്ടാണ് കരുതുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വളരെ ഈസി ആയിട്ട് ഗ്രോ ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ റിസൾട്ട് കൊണ്ടുവരാൻ തരുന്ന, നിങ്ങളുടെ ബിസിനസ്സിൽ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ജോലിയിലേക്ക് നിങ്ങൾ മാറുകയും മറ്റുള്ള ഹാർഡായിട്ടുള്ള ജോലികളെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന മറ്റുള്ള ടീമിനെ വെച്ചിട്ട് ആ ജോലി ചെയ്യാൻ കഴിയുന്ന, ആ ജോലി ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുന്ന അനുഭവ സമ്പത്തുള്ള ആശയങ്ങൾ, അറിവുകളുള്ള, എക്സ്പീരിയൻസ് ഉള്ള, അധ്വാനിക്കാൻ തയ്യാറുള്ള, ആ ഒരു ടെക്നിക്കൽ കഴിവുള്ള ആൾക്കാരിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുന്നതിലൂടെ എന്ത് ചെയ്യും, അവർ വ്യക്തിയായിട്ട് അത് ചെയ്യുകയും വളരെ മികച്ച രീതിയിൽ ടീം ആക്കിയിട്ട് അതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും. ഇതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉഷാറാക്കിയിട്ട് ഗ്രോ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് നിങ്ങളുടെ ജോലി എന്തൊക്കെയാണോ ഉള്ളത്, നിങ്ങളുടെ ബിസിനസ് നല്ലൊരു ഇത്ര വോളിയം ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം പ്രോഡക്ട്സുകൾ ഞാൻ ആഡ് ചെയ്യണം, ഏതെല്ലാം സേവനങ്ങൾ ഞാൻ കൊണ്ടുവരണം, അതിലൂടെ ഞാൻ ഇത്രയും വോളിയം ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെല്ലാം ആൾക്കാർ വർക്ക് ചെയ്യണം, ഏതെല്ലാം രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം, അവർക്ക് ഞാൻ എത്രത്തോളം സാലറി കൊടുക്കണം, ഏതെല്ലാം രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് ഏതൊക്കെ രീതിയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ വരണം എന്ന് വ്യക്തമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു സ്ട്രക്ചർ രൂപത്തിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഇതിലൂടെ നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയമില്ല, നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. അത് നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് പടിപടിയായിട്ട് ഗ്രോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു സിസ്റ്റം ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടി നിങ്ങളുടെ ബിസിനസ്സിനെ ആഴത്തിൽ നിങ്ങൾ പഠിക്കണം, ബിസിനസ് ചെയ്യുന്നതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണം. എനിവേ, ഇത് ഞാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയുകയാണ്, ഷാഫി സ്പേസിൽ ബിസിനസ് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പങ്കെടുക്കാം. അതൊരു കോച്ചിങ് പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ബിസിനസ്സിന് 2 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ നിലവിലുള്ള ബിസിനസ്സിൽ എങ്ങനെ ഇത്തരത്തിലുള്ള സിസ്റ്റം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, ടെക്നീഷ്യൻ മൈൻഡോടായിട്ടുള്ള ബിസിനസ് മൈൻഡ് സെറ്റ് എങ്ങനെ പൊളിച്ചെഴുതിയിട്ട് വളരെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന എൻ്റർപ്രനോറിയൽ മൈൻഡായിട്ടുള്ള ഒരു ബിസിനസ് മാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ മാറാം, എന്നിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം എന്നുള്ളതിലേക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന കോച്ചിങ് പ്രോഗ്രാമാണ് ബിസിനസ് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന കോച്ചിങ് പ്രോഗ്രാം. 2 വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, സീറ്റ് ബുക്ക് ചെയ്യുക. എനിവേ, ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഉപകാരപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ആരെങ്കിലും ഇതുപോലെ സ്മാർട്ടല്ല ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. എനിവേ, ഈ സ്മാർട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ പലർക്കും പല മിസ്റ്റേക്കും വരും. ആ മിസ്റ്റേക്കുമായിട്ട് അടുത്ത വീഡിയോ വരുന്നുണ്ട്. ആ വീഡിയോയിൽ നമ്മൾ സംസാരിക്കും. സ്മാർട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ പല ആൾക്കാരും സ്മാർട്ട് വർക്ക് ചെയ്തതിൻ്റെ പേരിൽ അബദ്ധങ്ങൾ പറ്റിയവരുണ്ട്. അത് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അതെങ്ങനെ ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്യാം എന്നുള്ള വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച വരുന്നുണ്ട്. സോ കാത്തിരിക്കുക. ആ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് എങ്ങനെ നമുക്ക് സ്മാർട്ട് വർക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്മാർട്ട് വർക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെലിഗേഷനാണ്. പ്രോപ്പറായിട്ട് ശരിയായ രീതിയിൽ എന്ത് ചെയ്യുന്നു, വ്യക്തികൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓരോരോ വർക്കുകളും എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യാതെ ചെയ്യാൻ പറ്റിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ആൾക്കാരിലേക്ക് ഡെലിഗേറ്റ് ചെയ്തിട്ട് ഏൽപ്പിച്ച് കൊടുത്ത് അവരത് കറക്റ്റ്
കറക്റ്റായിട്ട് സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. ഇതാണ് സ്മാർട്ട് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്കിത് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. എനിവേ നിങ്ങൾ ഇനി മുതൽ നിങ്ങൾ സ്മാർട്ട് വർക്കറായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ ഐ ആം ഗോയിങ് ടു ഡു മൈ ബിസിനസ് ആസ് എ സ്മാർട്ട് വർക്ക് എന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഐ ആം എ സ്മാർട്ട് വർക്കർ എന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോയ്ക്ക് താഴെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് ഷാഫി സ്പേസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഷാഫി സ്പേസിൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട്, അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ദിസ് ഇസ് മീ ഷാഫി മുഹമ്മദ്. സീ യു ലേറ്റർ. ബൈ. ടേക്ക് കെയർ. ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ.